അസുഖം മൂലമോ രോഗം മൂലമോ സമ്പാദിക്കാൻ സാധിക്കാതെ പോയ കൂലിയുടെ ആകെത്തുകയാണ് ഒരു മനുഷ്യന്റെ വില എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് 60 വയസ്സ് വരെ ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരാൾ, അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാൾ 50 വയസ്സായപ്പോൾ അസുഖബാധിതനായി ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന മരിച്ചുപോയി എന്ന് കരുതുക. അപ്പൊ അദ്ദേഹം സാധാരണ നിലയിലായിരുന്നുവെങ്കിൽ 60 വയസ്സ് വരെ ജോലി ചെയ്ത് പണം സമ്പാദിക്കേണ്ട ആളായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ 50-ാം വയസ്സിൽ അത് സാധിക്കാതെ വന്നു. അപ്പോൾ അവശേഷിക്കുന്ന 10 വർഷക്കാലം ജോലി ചെയ്താൽ കിട്ടുമായിരുന്ന കൂലിയുടെ ആകെത്തുകയാണ് ആ മനുഷ്യന്റെ വില. സമ്പാദിക്കാൻ കഴിയാതെ പോയ കൂലിയുടെ തുകയാണ് മനുഷ്യന്റെ വില എന്നാണ് സമ്മേഴ്സിന്റെ കണക്ക്. അപ്പോ അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന ചിന്ത, ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഒരേ വിലയാവില്ല. അമേരിക്കൻ ഐക്യനാടുകളിലാണ് നിങ്ങൾ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂലി ഡോളറിലാണ്. ബ്രിട്ടനിലാണെങ്കിൽ പൗണ്ടിലാണ്. നിങ്ങൾ ഏതെങ്കിലും ദരിദ്ര രാജ്യത്താണെങ്കിൽ, നിങ്ങൾ വല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും കെനിയയിലോ ഉഗാണ്ടയിലോ റുവാണ്ടയിലോ ഒക്കെ ആണെങ്കിൽ എത്ര കുറവായിരിക്കും. ഇന്ത്യയിലാണെങ്കിൽ അമേരിക്കൻ ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യം കണക്കാക്കിയാൽ എത്ര കുറവായിരിക്കും. അപ്പോ സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ, വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കാണ് വില കൂടുതൽ എന്നാണ് വിജ്ഞം. അപ്പൊ പിന്നെ ഇതിൽ ആര് മരിക്കുന്നതാണ് നല്ലത് എന്നാണ് ചോദ്യം. വില പിടിച്ച മനുഷ്യൻ മരിക്കുന്നതാണോ, വിലയില്ലാത്ത ആളുകൾ മരിക്കുന്നതാണ്? ആ കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യജീവന് ഹാനി ഉണ്ടാക്കുന്ന വിപൽക്കരമായ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ദരിദ്ര 3-ാം ലോക രാജ്യങ്ങളിൽ കൊണ്ടുപോയി സ്ഥാപിക്കണം. അപ്പോ ഇനി അത് മനുഷ്യജീവനെ ബാധിച്ചാലും വിലയില്ലാത്ത ആളുകൾ മാത്രമേ മരിച്ചു പോകും. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭ്രാന്തൻ ചിന്തയാണ് എന്ന് നമ്മൾ കരുതിക്കൂടാ. ഇത് മുതലാളിത്തത്തിന്റെ പൊതുബോധമാണ്. ലോറൻസൺ സമ്മേഴ്സ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ നോട്ട് അത് വിതരണം ചെയ്യുന്നതിന് 8 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ ജനറൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു പഠനം നടത്തുകയുണ്ടായി. അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ അതീവ ഗുരുതരമായ ആഘാതം ഉണ്ടാക്കുന്ന രാസമാലിന്യങ്ങളും മറ്റും കുഴിച്ചുകൂടുന്ന പ്രധാനപ്പെട്ട 4 മാലിന്യ സംസ്കരണ ഇടങ്ങളെ സംബന്ധിച്ചാണ് പഠനം നടത്തിയത്. ആ പഠനത്തിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ആ 4-ൽ 3 പാവപ്പെട്ടവരും കറുത്ത വർഗക്കാരുമൊക്കെയായ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ആവാസ കേന്ദ്രങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവ ഏതെങ്കിലും ഒരു സിദ്ധാന്തം തയ്യാറാക്കിയില്ലെങ്കിലും, അതിന്റെ അടിസ്ഥാനത്തിൽ നയപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിലും, മുതലാളിത്തത്തിന്റെ കണ്ണിൽ ഇത്തരത്തിലുള്ള അപകടകരമായ ജീവിത സാഹചര്യങ്ങളുടെ എല്ലാം ഇരകളായി മാറേണ്ടത് പാവപ്പെട്ട മനുഷ്യരാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഭൂപടങ്ങളും ഒക്കെ കീഴടക്കി, അതുമാത്രമല്ല അതൊക്കെ തന്നെ വാക്കുകൾ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വളരെ ലളിതമായി വരച്ചു വച്ച് 25-ൽ പരം വളരെ ആഹ്ലാദകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. ഇവിടെ സംസാരിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അഭിമാനമായ കവി മുരുകൻ കാട്ടാക്കട, അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സഹോദരതുല്യമായ സ്നേഹവാത്സല്യങ്ങൾ പകർന്നു നൽകിയ എത്രയോ ദീർഘകാലമായ സൗഹൃദമാണ് മാത്രമാണ്. ഒപ്പം നിങ്ങളുടെ MLA കൂടിയായ ഇ സതീഷ്, ഞങ്ങൾ SFI പ്രവർത്തന കാലഘട്ടം മുതൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. വ്യക്തിപരമായി തന്നെ ഏറെ അടുപ്പമുള്ള ആളുകളാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നത് വളരെ സന്തോഷമുള്ള കാര്യം. അജയനും ഞാനുമെല്ലാം ഇപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ദേശാഭിമാനി എന്ന കുടുംബത്തിലെ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റു പല പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി
ഏറെ അടുപ്പമുള്ളവർ, ഹൃദയബന്ധമുള്ളവർ ഒത്തുകൂടുന്ന ഒരു പരിപാടിയായാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ വരുമ്പോഴും ഇപ്പോഴുമെല്ലാം എൻ്റെ മനസ്സിലുള്ളത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ പുറത്ത് വന്നതിൻ്റെ സംഘാടകരിലാണ് ഒരാളെന്നോട് പറഞ്ഞ് പുറത്ത് നല്ല വേദിയൊക്കെ ഒരുക്കി അവിടെ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഴ പെയ്തത് മൂലം മാറ്റേണ്ടി വന്നത്. മഴ ചില സമയത്ത് ഇത്തരത്തിലുള്ള ചില പരിപാടികൾക്കൊക്കെ ചില്ലറ അസൗകര്യം സൃഷ്ടിക്കുമെങ്കിലും നമുക്കങ്ങനെ മഴയെ തള്ളിപ്പറയാനാവില്ല. അയ്യപ്പനോ മറ്റോ എഴുതിയിട്ടുണ്ട്, എല്ലാ ഋതുക്കളിലും നമ്മൾ കുറ്റം ആരോപിക്കുന്നു, വസന്തത്തോട് പോലും ഇടിവെട്ടേറ്റ മയിലുകളിലോ മറ്റോ ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് നമ്മുടെ ചില്ലറ അസൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം കാലത്തെ മഴയെ വെയിലിനെ ഒക്കെ കുറ്റപ്പെടുത്തുന്നതാണ്. പക്ഷേ മഴയും വെയിലുമെല്ലാം ഏതാണ്ട് തുല്യമായി മാറി വരുന്ന അനുഗ്രഹീതമായ ഒരു നാടാണ് നമ്മുടെ നാട് എന്നാണ് പറയുന്നത്. ഞാൻ ഓർമ്മിക്കുന്ന കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ യാദൃച്ഛികമായി പരിചയപ്പെട്ട തമിഴ്നാട് സ്വദേശിയായ ഒരാൾ തീവണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് ഒടുവിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മലയാളികൾ ഭാഗ്യം ചെയ്തവരാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ നാട് തമിഴ്നാട്ടിൽ മധുരയിൽ നിന്ന് കുറേ ദൂരെ എവിടെയോ ഒരിടത്താണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, വർഷത്തിൽ ഏതാണ്ട് പകുതിയും കുടിവെള്ളം തേടി പുലർച്ചെ ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ മുതിർന്നവരെല്ലാം എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾ ഒഴികെ എല്ലാവരും വീട്ടിൽ നിന്ന് സാമാന്യ വലുപ്പമുള്ള പാത്രങ്ങളുമായിട്ട് യാത്ര ആരംഭിക്കും. ഒരു 6-6:30 ആവുമ്പോൾ വെള്ളം കിട്ടുന്ന സ്ഥലത്തെത്തും. എന്ന് വെച്ചാൽ 2-2.5 മണിക്കൂർ ദൂരം നടന്ന് അവിടെ പോയി വെള്ളം ശേഖരിച്ച് തിരിച്ചു വീട്ടിൽ വരും. ആ വെള്ളം ഉപയോഗിച്ചാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ദിനചര്യ അങ്ങനെയാണ് മാസങ്ങളോളം. എന്നാൽ അദ്ദേഹം ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളും സുപരിചിതമായി കഴിഞ്ഞാൽ ഒരു